കൂടുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീവർ ഉണ്ടാകുന്നു. 38 ഡിഗ്രി അല്ലെങ്കിൽ ഫാരൻഹീറ്റ് പറയുകയാണെങ്കിൽ 102 ഡിഗ്രി പനി ഉണ്ടാകും. 38 ഡിഗ്രി കൂടുതലാണെങ്കിലും അത് പനിയുടെ ഇത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കാണേണ്ടതാണ്, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുമയുണ്ടാകും, പിന്നെ ശ്വാസതടസ്സം ഉണ്ടാകുന്നു, ശ്വാസം മുട്ടലുണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസം അങ്ങോട്ട് എടുത്ത് എൻ്റെ എത്തുമല്ലോ, നമ്മൾ അകത്തോട്ടെടുത്ത് ലാസ്റ്റ് ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് ചെസ്റ്റിൽ പെയിൻ ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് ചെസ്റ്റിലൊരു അകത്തോട്ടെടുക്കുന്ന സമയത്ത് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെസ്റ്റിലൊരു പെയിൻ ഉണ്ടാവും. ഇത് എപ്പോഴും നമ്മൾ ന്യൂമോണിയയിൽ തന്നെയല്ല, വൈറൽ ഫീവറിലും ഉണ്ടാകാറുണ്ട്. ഓസ്റ്റിയോകോൺഡ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലും ഇങ്ങനെ ചെസ്റ്റ് പെയിനൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ആ പറഞ്ഞ പോലെ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയ തന്നെ ആകണമെന്നും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട്